കോഴിക്കോട്ടേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ അപകടത്തിൽ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. UPS റൂമിലെ ബാറ്ററികളിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് പുക ഉയരാൻ കാരണമെന്നാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ പ്രകാരമുള്ള സംവിധാനങ്ങൾ കെട്ടിടത്തിൽ ഇല്ലെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവും വ്യക്തമാക്കി. അതേസമയം മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റി ഉച്ചയോടെ പൂർണ്ണ സജ്ജമാകുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പഴയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇന്ന് രാവിലെ ആരംഭിച്ചു. പ്രിൻസിപ്പലും സൂപ്രണ്ടും എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഇത് പൂർണ്ണതോതിൽ ഇങ്ങോട്ട് മാറ്റും. ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം മാറ്റിയിട്ട് ഇവിടെ തന്നെ അത് തുടങ്ങുന്ന രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഡെൻ്റൽ ചെയറും കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൂടി ഉടൻ തന്നെ നടക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. CT സ്കാൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ പുതിയ കാഷ്വാലിറ്റി ഉണ്ടല്ലോ, അത് എന്നത്തേക്ക് നമുക്ക് പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും? അത് പ്രിൻസിപ്പളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം ഇന്ന് രാവിലെ 10 മണിക്ക് അതിൻ്റെ കമ്മിറ്റി കൂടുന്നുണ്ട്. എല്ലാം എക്സ്പേർട്സ് ആയിട്ടുള്ള കമ്മിറ്റി കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ മാക്സിമം പരമാവധി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ. MRI എമർജൻസിക്ക് ഒരു അനിവാര്യ കാര്യമല്ല. എന്നാൽ തന്നെയും CT സ്കാനോടുകൂടി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ആ MRIയുടെ കാര്യം നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ എന്ത് വേണമെന്നുള്ളത് നോക്കുന്നുണ്ട്. VS രഞ്ജിത്ത് നൽകും വിശദമായ വിവരങ്ങൾ. രഞ്ജിത്ത്, കേരളത്തിലെ തന്നെ പേരുകേട്ട ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ്. രാജ്യാന്തര തലത്തിലൊക്കെ അത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എത്രയോ പെരുമ നമ്മൾ അങ്ങനെ പാടി പുകഴ്ത്തിയിട്ടുള്ളതാണ് മെഡിക്കൽ കോളേജിനെ കുറിച്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പുകയും പൊട്ടിത്തെറിയും ഉണ്ടായപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോഴും അവസാനിക്കാത്തതായി നിലനിൽക്കുന്നത്. UPS റൂമിലെ ബാറ്ററികളിൽ നിന്നുണ്ടായ തീപ്പൊരി, അതുപോലെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ പ്രകാരമുള്ള സംവിധാനങ്ങൾ ആ കെട്ടിടത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കണം. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം രഞ്ജിത്ത്? റോഷ്നി, ആദ്യം ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 1.5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ICU സംവിധാനത്തിൻ്റെ ഒരു മെറിറ്റ്, അതായത് പഴയ ICU സംവിധാനത്തിനേക്കാൾ 300% അധികം രോഗികളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും അവർക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പുതിയ കാഷ്വാലിറ്റി സംവിധാനത്തിലുള്ളത്. അതായത് പുതിയ കാഷ്വാലിറ്റി സംവിധാനത്തിൽ ഓർത്തോ ആണെങ്കിലും റെഡ് ഏരിയ ആണെങ്കിലും ഈ പട്ടി കടിച്ച അവർക്ക് ചികിത്സ കൊടുക്കുന്ന വിഭാഗമാണെങ്കിലും ജനറൽ മെഡിസിൻ ആണെങ്കിലും സർജറി ആണെങ്കിലും അങ്ങനെ വിശദമായ വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ CT സ്കാനും MRI സ്കാനും എക്സ്റേയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വളരെ വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു കാഷ്വാലിറ്റി വിഭാഗമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോൾ പുതിയതായി തുടങ്ങിയ 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഭാഗം. ആ വിഭാഗത്തിൻ്റെ സേവനം വളരെ സാധാരണക്കാരായ മനുഷ്യർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളതാണ്. അതാണ് നേരത്തെ റോഷ്നി സൂചിപ്പിച്ച പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ നിലവിലുള്ള പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാഷ്വാലിറ്റിയുടെ കൂടിയാണ്. അത്തരം ഒരു സംവിധാനത്തിൽ വളരെയധികം രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഒരു കാഷ്വാലിറ്റിയിൽ അവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന MRI സ്കാനിംഗ് മിഷൻ ഘടിപ്പിച്ചിട്ടുള്ള UPS സംവിധാനം, MRI സ്കാനിംഗ് മിഷൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള UPS റൂമാണ്. ആ റൂമിനകത്ത് ഉണ്ടായിരുന്നത് ഏകദേശം 38ഓളം ബാറ്ററികളാണ്. ഈ ബാറ്ററികളിലാണ് സ്പാർക്ക് ഉണ്ടാവുകയും ആ സ്പാർക്ക് പിന്നീട് പുകയായി മറ്റ് ബാറ്ററികളിലൊക്കെ ബാധിച്ച് ആ റൂമിനകത്ത് വലിയ തോതിൽ വിങ്ങലുണ്ടാവുകയും ഡോർ ക്ലോസ് ആവുകയും ഡോർ തുറക്കാൻ പറ്റാതെ അതിനകത്ത് പ്രഷർ ഉണ്ടാവുകയും പിന്നീട് ഡോർ തുറന്നപ്പോൾ അതിനകത്തുനിന്നുള്ള പുക ആ കാഷ്വാലിറ്റി ബ്ലോക്കിലും അതിന് മുകളിലേക്കുള്ള ബ്ലോക്കിലും എല്ലാം പൂർണ്ണമായും അവിടെ പുക ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുകയുടെ ഉറവിടം, പുക പടരാനുള്ള ഉറവിടം ഇന്നലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തിയപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും പുക ഉയർന്നിട്ടുള്ളത് ഈ UPS റൂമിൽ നിന്ന് തന്നെയാണ്. UPS റൂമിൽ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററികൾ സ്പാർക്ക് ഉണ്ടാവുകയും ആ ബാറ്ററികൾ കത്തുകയും അതിൽ പുകയുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ആ പുറത്തിട്ട ബാറ്ററികളെ മുഴുവൻ കണ്ടതാണ്. അത് കത്തി നശിച്ച നിലയിലാണ് ആ ബാറ്ററികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MRF എന്ന് പറയുന്ന കമ്പനിയുടെ 2026 വരെ വാറന്റിയുള്ള ബാറ്ററികളാണ്. ആ കമ്പനി തന്നെ നേരിട്ട്
മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാറ്ററികൾക്ക് സ്പാർക്ക് ഉണ്ടായത്? ഇത്ര പ്രവർത്തനക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാറ്ററി റൂമിൽ എങ്ങനെ സ്പാർക്ക് ഉണ്ടായി? അതിൻ്റെ ഒരു കാരണം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം പറയുന്ന അമിതമായ ചൂടുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ അമിതമായ ചൂടുണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ ഈ 37 ബാറ്ററികൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, അവിടെ ഈ ചൂട് അകറ്റാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് അമിതമായ ചൂട് മൂലം കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമിതമായ ചൂടുണ്ടായി എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ പലതവണയായി ട്രിപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രിപ്പ് സംഭവിക്കുന്നത് ഈ ഓവർലോഡ് ആവുമ്പോൾ, ഈ വൈദ്യുതി ഉപയോഗം ഓവർലോഡ് ആവുന്ന സമയത്താണ് ട്രിപ്പ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ച ഈ വയറിംഗ് സംവിധാനത്തിൻ്റെ അപാകത മൂലമാണോ. അങ്ങനെ നിരന്തരം ട്രിപ്പ് ഉണ്ടാവുകയും ആ ട്രിപ്പ് മാറ്റാതെ, ട്രിപ്പിൻ്റെ പ്രശ്നം ഉറവിടം കണ്ടെത്താതെ പോയി എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. ഏതായാലും ഈ തീപിടുത്തത്തിൻ്റെ കാരണത്തിൽ അത് UPS മുറിയിൽ നിന്നാണെന്നും, പക്ഷേ അതിൻ്റെ കാരണം എന്തുകൊണ്ട് UPS മുറിയിൽ തീപിടുത്തമുണ്ടായി, ഈ ബാറ്ററികൾ എന്തുകൊണ്ട് കത്തി, അത് അമിത ചൂട് മാത്രമാണോ കാരണം, തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം പോവേണ്ടതുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അവിടെ ഉണ്ടായിരുന്ന പവർ എഞ്ചിനീയറെയും മറ്റും നാളെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് റോഷ്നി രണ്ടാമതായി ചൂണ്ടിക്കാട്ടിയത്, അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിൽ ഉണ്ടായിരുന്ന അപാകത. ഇത്രയും ബിൽഡിങ്ങുകൾ, 4-5 ഫ്ലോറുകളുള്ള ബിൽഡിംഗ് ആണ്. അവിടെ വളരെ പരിശീലനം നേടിയ ഫയർ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു 4-5 നിലയുള്ള കെട്ടിടങ്ങളിൽ ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കണം. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അവിടെ പുക ഉയർന്ന റൂം തുറക്കാൻ പോയപ്പോൾ ആ റൂം ഷട്ട് ഡൗൺ ആവുകയും അവിടുത്തെ എമർജൻസി എക്സിറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് അതുവഴി പോകാൻ കഴിയുമായിരുന്നില്ല. ആ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ആ എമർജൻസി എക്സിറ്റിൻ്റെ പൂട്ട് തകർത്താണ് അതിൽ പോയത്. അതുപോലെ അതിൽ പോകുന്ന വഴിയിൽ മുഴുവൻ അവിടെ വേസ്റ്റുകൾ കൂട്ടിയിട്ട്, ആക്രികൾ കൂട്ടിയിട്ട് വഴി അടച്ച നിലയിലായിരുന്നു. ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആ സുരക്ഷാ വീഴ്ചകൾ ഫയർ ഉദ്യോഗസ്ഥന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫയർ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഇത്തരം വലിയൊരു കെട്ടിടമാകുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവർത്തിക്കുന്ന പോലെ തന്നെ അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവും പ്രവർത്തിക്കണം. ആ ഫയർ വിഭാഗം പ്രവർത്തിക്കാതിരുന്നതും ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകരുതലെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ചട്ടപ്രകാരമാണെങ്കിൽ ഇങ്ങനെയുള്ള ബഹുനില കെട്ടിടങ്ങളിൽ ഒരു ഫയർ ഉദ്യോഗസ്ഥൻ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ബഹുനില കെട്ടിടങ്ങളിൽ ഉണ്ടാവേണ്ട ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഫയർ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങളായിട്ടും അതിന് പിന്നീട് ആ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴുണ്ടായ അപാകതയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോഴും ചില പുകമുറകൾ ഇപ്പോഴും ബാക്കിയാണ്. ആ പുകമുറകൾ മാറണമെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്. രോഷ്നി, എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, രഞ്ജിത്ത്, ഇത്രയും വലിയൊരു സർക്കാർ ആരോഗ്യ സംവിധാനത്തിൽ, ഇത്രയും വലിയൊരു ആശുപത്രിയിൽ സാധാരണക്കാർ ഒഴുകിയെത്തുന്ന ഒരിടത്ത് അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട് പോലും ഒരു വില കൽപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഗുരുതരമായ കാര്യങ്ങൾ, പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് VS രഞ്ജിത്ത് ഇന്ന് റിപ്പോർട്ടർ TV-യിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്.